ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സ്പെഷ്യൽ കേക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കേക്കിന്റെ പേര് കേൾക്കണം, മാംഗോ കോക്കനട്ട് കേക്ക്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കേരളത്തിലെ ഉത്ഭവിച്ച കേക്കാണ്. അല്ലാട്ടാ, ഇതിന്റെ ഉത്ഭവം ഫിലിപ്പീൻസിലാണ്. നമ്മുടെ കേരളത്തിന്റെ പോലത്തെ ഏകദേശം അതേ കാലാവസ്ഥയും ഭക്ഷണ രീതികളൊക്കെ ഉള്ള ഒരു നാടാണ് ഫിലിപ്പീൻസ്. അപ്പൊ അവിടെ ഉത്ഭവിച്ച നമ്മുടെ മാംഗോ കോക്കനട്ട് കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നമുക്ക് നോക്കാം ഈ മാംഗോ കേക്കിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമുക്ക് വേണ്ടത് 300 ഗ്രാം മൈദ അല്ലെങ്കിൽ 2 കപ്പ് മൈദ, 1.5 കപ്പ് നുറുക്കിയ നല്ല മാമ്പഴം. ഇത് നാരില്ലാത്ത മാമ്പഴം വേണം, നല്ലോണം പഴുത്തത്, നല്ല മധുരമുള്ളത്. 200 ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര, 3 മുട്ട, 1/4 കപ്പ് മാമ്പഴം നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തത്. ഒരു തരി പോലും വെള്ളം ചേർക്കരുത്. മാംഗോ പൾപ്പ് നമ്മൾ തന്നെ അരച്ചെടുത്തതാണ്. 100 ഗ്രാം ബട്ടർ. ഇത് അലിഞ്ഞു തുടങ്ങിയ ബട്ടർ ആയിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഇടാൻ പാടില്ല. 1/4 കപ്പ് കോക്കനട്ട് ഫ്ലേക്സ്. നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ ഉരച്ചെടുത്തിട്ട് അത് നമ്മുടെ ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്യും. അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ വേണമെങ്കിൽ ഇത് ഇടാം. 100 ഗ്രാം ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. 1 ടീസ്പൂൺ സിനമൺ പൗഡർ, കറുവാപ്പട്ടയുടെ പൊടിയാണിത്. നമ്മൾ ഈ കേക്കില് യാതൊരു തരത്തിലുള്ള എസൻസ് ഒഴിക്കണില്ല. ആകെ നമുക്ക് ഇതിലുണ്ടാകാൻ പോകുന്ന ഫ്ലേവർ ഈ കറുവാപ്പട്ടയുടെയും ഈ മാങ്ങയുടെയും തേങ്ങയുടെയും ആയിരിക്കും. വേറെ ഒരുവിധ എസൻസും നമ്മൾ ഒഴിക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബൈകാർബണേറ്റ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 2 കേക്ക് ടിൻസ് ആണ്, 8 ഇഞ്ചസിന്റെ. ഇങ്ങോട്ട് വെയിറ്റ്, ഇങ്ങോട്ട് വെയിറ്റ്. ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ടിന്ന് 6 ഇഞ്ചസിന്റെ വട്ടം, അതാണ് അടുത്ത ടിൻ. ഇതിൽ ഞാൻ പേപ്പർ വെച്ചിട്ടില്ല, കാരണം കഴിഞ്ഞ ഞാൻ വീഡിയോസ് ഒക്കെ അവതരിപ്പിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു ഞങ്ങളുടെ ബട്ടർ പേപ്പർ ഇല്ല എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അവർക്ക് വേണ്ടി കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കാണിച്ചു തരാനാണ്. പണ്ട് നമ്മൾ ഇതാ ചെയ്തിരുന്നത്, ഇപ്പോഴാണ് ഈ ബട്ടർ പേപ്പർ ഒക്കെ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പൊ നമുക്ക് അതിനായിട്ട് വേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിനും ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ മൈദ എടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക എല്ലായിടത്തും. ഇപ്പൊ അത് റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്ത് ഈ കേക്കിന്റെ മിക്സ്ചർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാം. ഈ ഇതിനകത്ത് ഉണ്ടാക്കുന്ന കേക്ക് ഞാൻ ഓവനിലും, ഇതിലുണ്ടാക്കാൻ പോണത് കുക്കർ പോലത്തെ ഒരു പാത്രത്തിലാണ്. അപ്പം ഇനി ഓവൻ ഇല്ലാത്തവർക്കും കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രിയിൽ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ ഇനി ബാക്കി സ്റ്റെപ്സ് ചെയ്യാനായി. മൈദ ഫുള്ളായിട്ട് ഇടുകയാണ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സിനമൺ, ഉപ്പ്. അപ്പൊ എല്ലാ സാധനങ്ങളുമായി ഇനി നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് ഇത് അരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ അരിപ്പ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനത്തെ അരിപ്പയോ സ്റ്റീലിന്റെ അരിപ്പയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സ് ചെയ്ത മാവ് നല്ല റെഡി ആയിട്ട് നമ്മൾ മാറ്റി വെക്കാൻ പോവാണ്. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് ബട്ടർ, അലിഞ്ഞു തുടങ്ങിയ ബട്ടർ നമ്മൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മൾ ഹാൻഡ് മിക്സർ എടുത്ത്, ഇങ്ങനത്തെ ഹാൻഡ് മിക്സർ. ഇനി നിങ്ങൾക്ക് ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ വിസ്കർ ഉണ്ട്, നമ്മൾ മുട്ടയൊക്കെ അടിച്ച് പതിപ്പിക്കണേ, അതായാലും മതി. ഇനി അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് മുട്ട ഇട്ടു വെക്കും. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ഓയിൽ ഫുള്ള് ഒഴിച്ചുട്ടാ. അടുത്തതായിട്ട് നമ്മളിത് ഈ മാംഗോ പൾപ്പ് ഫുള്ള് ഇതിൽ ചേർക്കാൻ പോവാണ്. ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ അരച്ചത്, നാരില്ലാത്ത മാങ്ങ. ഇത് ഏകദേശം ഒരു മിനിറ്റോളം അടിക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് മാങ്ങ പീസസ് നമ്മൾ ചേർക്കുക ഫുള്ളായിട്ട്. അടുത്തതായി എടുത്തു വെച്ചിട്ടുള്ളതിൽ പകുതി തേങ്ങ ഇതിൽ മിക്സ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം
വീണ്ടും ഇത് മാറ്റി വെച്ച് ഈ മെയിൻ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് കുറേശ്ശെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. നല്ല കറുവാപ്പട്ടയുടെയും മാങ്ങയുടെയും തേങ്ങയുടെ ഒക്കെ മണം വരുന്നുണ്ട്. ഒരിക്കലും മാവ് എല്ലാം കൂടി ഇടരുത്, ബാച്ചായിട്ട് ഇടണം. മാംഗോന്റെ പീസസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. തേങ്ങയും ഈ ലാസ്റ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. കേക്കിന്റെ ബാറ്റർ ഇരുന്ന് പോകും. സ്പാറ്റുലയും കൊണ്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കാൻ പാടുള്ളൂ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രങ്ങളിലേക്ക് പകർത്താം. 2 പാത്രങ്ങൾ ഇവിടെ റെഡിയാണ്. നമുക്കിത് വീഴുമ്പോൾ തന്നെ ഇതിന്റെ പാകം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് ട്രേയിലേക്ക് വീഴേണ്ടത്. അടുത്ത നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ കേക്ക് മിക്സ് ചെയ്ത സമയത്ത് ഈ തേങ്ങയുടെ പകുതി ഭാഗം നമ്മൾ ഇട്ടിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഇത് വേവിക്കുന്നതിന് മുൻപ് കുറച്ച് ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മുകളിൽ നമ്മൾ ഇടുകയാണ്. 2 പാത്രത്തിൻ്റെയും ഈ മാവ് ഒഴിച്ചേക്കണതിൻ്റെ മുകളിൽ. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നല്ല ഫ്ലേവറിൽ നമുക്ക് തിരിച്ച് കിട്ടും. ആദ്യത്തെ പാത്രത്തിൽ നമ്മളിതേപ്പോൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പാത്രത്തിലും ഇതുപോലെ തന്നെ ഇടാം. നമ്മൾ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് വെക്കുകയാണ്. ഇത് നമ്മൾ 50 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയാണ് ഇതിന്റെ കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മളൊരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് വെന്തോ ഇല്ലോ എന്നുള്ളത്. നമ്മുടെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് ഞാനിത് എടുത്തതാണ്. നല്ല അടിപൊളിയായിട്ട് കേക്ക് വന്നിട്ട് നമ്മളിത് ഫയർ റാക്കിന്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഇനി ഇവിടെ കാണിക്കാൻ പോണത് അവൻ ഇല്ലാത്തവർക്ക് വേണ്ടി ബേക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാനിവിടെ പഴയ എൻ്റെ ഒരു പാത്രം, ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം, ഞാൻ അതിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. അതേസമയം ബേക്ക് ചെയ്യാൻ എനിക്കിത് ഇഷ്ടമാണ്. അപ്പൊ അതിങ്ങനെ നന്നായിട്ട് ചൂടാക്കേണ്ട കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് ഇങ്ങനത്തെ ഒരു പാത്രം, ഒരു സെപ്പറേറ്റർ ഞാൻ വെക്കുകയാണ്. ഇതിന്റെ മുകളിൽ ഈ കേക്ക് മിക്സ് വെക്കുകയാണ്. ഇത് മീഡിയം ചൂടിൽ 45 to 50 മിനിറ്റ്സ് വേവിക്കണം. നമുക്ക് കാണാം ഇതെങ്ങനെയത് വെന്തുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്യുക, ഓവനുള്ളവർ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുക. നമ്മൾ അവനിൽ നിന്ന് എടുത്ത കേക്ക് ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പേപ്പറോട് കൂടി തന്നെ നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ പേപ്പർ ഒന്നും വെച്ചില്ല, പക്ഷെ നല്ല കറക്റ്റായിട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ കേക്ക് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മള് ഇപ്പൊ കോഫി കഴിക്കാൻ പോയി. ഞങ്ങള് കോഫിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ മാംഗോ കോക്കനട്ട് കേക്ക്. അപ്പൊ ഈ കേക്ക് കഴിക്കാനായിട്ട് നമ്മുടെ ടേസ്റ്റ് നോക്കാനാണ് വിളിക്കാം. എന്തിനാ മണം പറഞ്ഞേ? ഒരു വെറൈറ്റി മണം. എന്തൊക്കെയാ? തേങ്ങയുടെ മണമുണ്ട്, പിന്നെ നല്ല പഴുത്ത മാങ്ങയുടെ മണമുണ്ട്, പിന്നെ പിന്നെ പട്ടയുടെ ചെറിയൊരു മണമുണ്ട്. കറുവപ്പട്ട മുറിച്ചൊന്ന് ടേസ്റ്റ് ചെയ്താലോ? ആയിക്കോട്ടെ. സോഫ്റ്റ് അല്ലേ? സോഫ്റ്റാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. മാങ്ങയുടെ പീസസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചോ. ഓ സൂപ്പർ, നല്ല രസം. സോഫ്റ്റ് ആണല്ലോ അല്ലേ? വളരെ സോഫ്റ്റ്. അപ്പൊ ഇതിന്റെ കളറ് ഒറിജിനൽ കളറാണല്ലേ? പിന്നെ ചിലരൊക്കെ ഇത് ഉണ്ടാക്കുമ്പോ യെല്ലോ ഫുഡ് കളർ ചേർക്കും. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പക്ഷെ നമ്മുടെ വയറിന് പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് യെല്ലോ കളറൊന്നും ചേർത്തില്ല, മാങ്ങയുടെ കളർ മാത്രം. നമ്മുടെ മാംഗോ കോക്കനട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് അവിടെ പഴുത്ത മാങ്ങ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇങ്ങനെ പടപടവെന്ന് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കാണണ്ടേ?